പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം. നമ്മൾ ഇതുവരെ ഏതാണ്ട് ഒരു 3 എപ്പിസോഡുകളിലായിട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ, നേതൃത്വത്തെ, മണ്ഡലങ്ങളുടെ, അതായത് ഇപ്പോൾ ഇലക്ഷൻ വന്നാലൊരവസ്ഥ, ഇങ്ങനെ ഒരു 3ഓളം എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു പോയി. ഇന്ന് നമ്മൾ ഓരോരോ ജില്ലകളിൽ എങ്ങനെയാണ് 3 പാർട്ടികളുടെയും സാധ്യത എന്നൊരു ലഘു വിവരണം, ഏകദേശ ധാരണ, ഏകദേശ രൂപം നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയുടെ കഴിഞ്ഞ നാളുകളിലെ ആ ഒരു കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ, ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ആർക്ക് ഗുണകരമാകുമെന്ന് നമുക്കൊരു തുടക്കം വയ്ക്കാം. മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ കാസർഗോഡ് ജില്ലയിലെ സാധ്യതകൾ എന്താണെന്ന് നോക്കാം. സാർ, കാസർഗോഡ് നമുക്ക് ഒന്ന് തുടങ്ങാം. ഓരോരോ ജില്ലകളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം എന്ത് തോന്നുന്നു? കാസർഗോഡ് ഒന്ന് പറയാമോ? കാസർഗോഡ് എങ്ങനെയാണ് ഇപ്പോഴത്തെ 3 പാർട്ടികളുടെയും രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ്, സാധ്യത എങ്ങനെയാണ്, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എങ്ങനെയൊക്കെ കാസർഗോഡ് ബാധിക്കും, കോൺഗ്രസിന് അനുകൂലമാകുമോ, BJP തന്ത്രങ്ങൾ ഫലിക്കുമോ? കാസർഗോഡിൻ്റെ പൊതുചിത്രം മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഭിന്നമാണ്. ആദ്യമായി ഒരു 3ാം കക്ഷിയുടെ സാന്നിധ്യം, അതായത് BJPയുടെ സാന്നിധ്യം ശക്തമായി കാണിച്ചൊരു ജില്ലയാണ് കാസർഗോഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല പേരോട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ ധാരാളമുള്ള ജില്ലയുമാണ്. കോൺഗ്രസ് ഇടക്കാലത്ത് പുറകോട്ട് പോയപ്പോൾ അവിടെ ആ റോള് കോൺഗ്രസിന് വേണ്ടി അവിടെ ഒരു പ്രതിപക്ഷം കോൺഗ്രസിനെ പോലെ തന്നെ ഫൈറ്റ് ചെയ്തിരുന്ന കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇപ്പോൾ കാസർഗോഡിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ വേറൊരു അത്ഭുതകരമായ കാര്യം കാണാം. നമ്മൾ ഇന്ന് പറയുന്ന, എല്ലാവരും ഇന്ന് കുറ്റപ്പെടുന്ന, ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന CPM BJP അന്തർധാര പ്രകടമായി കാണാവുന്നത് കാസർഗോഡ് തിരഞ്ഞെടുപ്പുകളിലാണ്. ഇപ്പം 2021 തിരഞ്ഞെടുപ്പ് ഉദാഹരണമായിട്ട് എടുത്താൽ അവിടെ 2 സീറ്റ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും 3 സീറ്റ് CPMുമാണ് ജയിച്ചത്. ഇവിടെ ഒരു BJPക്ക് വോട്ട് കുറയുന്നിടത്തൊക്കെ, ഇത് ഏറ്റവും വലിയ പ്രതിഭാസം, BJPക്ക് വോട്ട് കുറയുന്നിടത്തൊക്കെ CPM ജയിക്കുന്നുണ്ട്, CPMന് ജയിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അതിനൊരു അപവാദം സുരേന്ദ്രൻ്റെ സീറ്റാണ്. സുരേന്ദ്രൻ കേവലം 749, 800 താഴെ വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. പക്ഷെ മറ്റ് നിയോജകമണ്ഡലങ്ങളിലൊക്കെ BJPക്ക് ഭയങ്കരമായിട്ട് വോട്ട് കുറയുന്നുണ്ട്. സുരേന്ദ്രൻ മത്സരിക്കുന്ന അവിടെ എവിടെയാണ്? ഉദുമയിലാണോ? മഞ്ചേശ്വരം. കാസർഗോഡ് അപ്പം BJP ആദ്യം ജയിക്കുമെന്ന്, അല്ല ശക്തി കാണിക്കുമെന്ന് വിചാരിച്ചിരുന്ന സീറ്റാണിത്. അതേസമയം സുരേന്ദ്രന് അധികാരമോഹം ഉണ്ടെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം, ഈ ജയസാധ്യത ഉണ്ടായിരുന്ന കാസർഗോഡ് വിട്ടിട്ട് സുരേന്ദ്രൻ പിന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും പോയി ജയിക്കാമെന്നുള്ള രീതിയിലേക്ക് വന്നു. എവിടെയും മത്സരിക്കാൻ സഞ്ചരിച്ച മാത്രം. അപ്പോൾ ഇത് വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി നാടകങ്ങളൊക്കെ, അങ്ങനെ കാസർഗോട്ടെ BJPയുടെ അടിത്തറ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് BJP ചെയ്തത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് രാജ്യത്തിന് നല്ലതാണോ ചീത്തയാണെന്ന് രണ്ടാമത്തെ കാര്യം. അതുപോലെ സ്ഥാനാർത്ഥികളെ നോക്കി അവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസും മറ്റ് സ്ഥാനാർത്ഥികൾ ഉത്തരം മോശമായിരിക്കുമ്പോഴും പെരിയ ബാലകൃഷ്ണൻ്റെ ഉദുമ നിയോജകമണ്ഡലത്തിൽ 60,000-ലധികം വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന്, 65,000-നടുത്ത് പിടിക്കാൻ പറ്റി. തോറ്റുപോയി, അത് വേറെ കാര്യം. എന്നാലും വോട്ട് പിടിക്കാൻ പറ്റി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പെരിയൊക്കെ CPMന് ഹോൾഡുള്ള സ്ഥലമല്ലേ? പെരിയ അവർ CPMന് ഹോൾഡുള്ള സ്ഥലമാണ്. പിന്നെ രണ്ടാമത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കാസർഗോഡ് ഒരു ബന്ധുദിനത്തിലുണ്ടായ വെടിവയ്പ്പിൽ 2 വിദ്യാർത്ഥികൾ, KC വിദ്യാർത്ഥികൾ മരിച്ചു. അക്കിത്തായി എന്ന് പറഞ്ഞ 2 പേര് മരിച്ചു, പേര് ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ അവിടുന്നാണ് KSUവിൻ്റെ സമരം, 2 സമരങ്ങളാണ്. എറണാകുളത്തെ മുരളി സമരവും ഇവിടെ കാസർഗോഡ് നടന്ന വെടിവയ്പ്പും. അങ്ങനെ കോൺഗ്രസിന് ശക്തമായൊരു യുവജനാടിത്തറ ഉണ്ടായി. പക്ഷേ ഭാഗ്യവശാൽ കാസർഗോഡ് നിന്ന് മുൻനിര നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വളർന്നു വന്നില്ല. കണ്ണൂർ സുധാകരൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള രാമകൃഷ്ണൻ അങ്ങനെയുള്ളവരിൽ നിന്നപ്പം കാസർഗോഡ് അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വളർന്നു വന്നില്ല എന്നതാണ് കോൺഗ്രസ് പുറകിൽ പോകാനുള്ള കാരണം. തീർച്ചയായിട്ടും ഇപ്പോൾ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്, കാസർഗോട്ടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടലിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മഞ്ചേശ്വരം, കാസർഗോഡ് 2 സീറ്റുകളിലാണ് ആര് ജയിക്കുന്നത്? ഈ BJPക്ക് സാധ്യത കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഘടകകക്ഷി കേരള കോൺഗ്രസോ RSP തുടങ്ങിയ ഘടകകക്ഷികളെ മത്സരിപ്പിക്കുന്നിടത്ത് വെറുതെ UDF നോട്ട് ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് കുറയും. അത് വെറുതെ തോക്കാൻ. അത് പക്ഷേ അതിന് കേരള കോൺഗ്രസ് മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്ത് വന്നു. പിന്നെ തൃക്കരിപ്പൂർ
തൃക്കരിപ്പൂർ നായനാർ ജയിച്ചിട്ടുള്ള അവിടെ അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 26,000 വോട്ടിന് അസംബ്ലി സീറ്റ് ഭൂരിപക്ഷം 26,000. അവിടെ മത്സരിക്കാൻ കൊടുത്ത് കേരള കോൺഗ്രസിനെ മത്സരിക്കാൻ കൊടുത്ത് വെറുതെ. അപ്പോൾ അത് അങ്ങനെ ഘടകകക്ഷികൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് ബലിയേടാക്കുന്നുണ്ട്. പിന്നെ CPM ആണ് ജയിക്കുന്നത് അല്ലേ എവിടെ? തൃക്കരിപ്പൂരൊക്കെ. തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്, ഉദുമ 3 സ്ഥലത്ത് CPM ആണ് ജയിക്കുന്നത്. കാസർഗോഡും മഞ്ചേശ്വരത്തും മാത്രമേ BJP ജയിക്കുന്നുള്ളൂ. BJP ജയിക്കുന്നതല്ല, BJPക്ക് ഹോളുള്ളത്. പിന്നെ അവിടെ കോൺഗ്രസിനെ തകർത്തത് ഏറ്റവും പ്രധാനം ലീഡർഷിപ്പ് ഇല്ലായ്മ എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പുതിയൊരു ആവേശം വന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മത്സരിക്കുകയും സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് 1,00,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് കാസർഗോഡ് പിടിച്ചെടുക്കുകയും ചെയ്തു. അതൊരു ചെറിയ സംഭവമല്ല. അതിൻ്റെ പ്രത്യാഘാതം ഇനി എല്ലാ സ്ഥലത്തിലേക്കും വരും. പിന്നെ 2 കാസർഗോഡിനെ സ്വാധീനിക്കാൻ പോകുന്ന UDFന് അനുകൂലമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മൾ തമാശന് പറയേണ്ട ഷാഫി എഫക്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഷാഫി പറമ്പിൽ വളർന്നു വരുന്ന ഒരു യുവജന നേതാവാണ്. തീർച്ചയായിട്ടും അയാളുടെ സമുദായം പറയേണ്ട ആവശ്യം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്നാൽ ന്യൂനപക്ഷ വർഗീയത പ്രകടിപ്പിക്കാത്ത ഒരു നേതാവായിട്ട് ഇയാൾ മാറുകയാണ്. അപ്പോൾ ഇയാളുടെ സ്വാധീനം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടെ വരുവാണെങ്കിൽ കാസർഗോഡ് കോൺഗ്രസിന് UDFന് 2 എന്നുള്ളത് നേരെ മറിച്ച് 4-ലേക്കോ 3-ലേക്കോ 4-ലേക്കോ എത്താം. CPM കേവലം 1 സീറ്റ് തൃക്കരിപ്പൂർ മാത്രമായിട്ട് ചിലപ്പോൾ ഒതുങ്ങിയെന്നും വരാം. അപ്പോൾ അത്തരം സാഹചര്യമാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. ഇനി BJPക്ക് ഇനി വളർന്നു വരാനുള്ള ചാൻസ് BJPയുടെ ബേസ് അവർ കളഞ്ഞു. സുരേന്ദ്രൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുരേന്ദ്രൻ സർവാധികാരിയായിരുന്നു, നമ്പർ 1 ആയിരുന്നു BJPയിൽ. സുധാകരൻ്റെ ഈ ചാഞ്ചാട്ടങ്ങൾ തുടർച്ചയായ നിലപാട് മാറ്റങ്ങൾ BJP ഒരു അടിത്തറ കളഞ്ഞു. സുരേന്ദ്രൻ ഈ വർഷം അവിടെ ഉണ്ടാവില്ല, കോന്നിയിലേക്ക് പോകാന്ന് പറയുന്നത്. അല്ല സുരേന്ദ്രൻ എവിടെ നിന്നാലും ഞാൻ പറഞ്ഞ അങ്ങനെ ആഗ്രഹം വരരുതെന്ന്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓടി അങ്ങോട്ട് പോകും, ഉള്ള സീറ്റ് കളയും, 2 കളയും, അങ്ങനത്തെ. അപ്പോൾ സാറ് പറയുന്നത് കാസർഗോഡുകാരനല്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ്? അങ്ങനെയല്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് അവിടെ ജയിക്കാൻ പറ്റിയെങ്കിൽ യൂണിഫൈഡ് ആയിട്ടൊരു കോൺഗ്രസ് ലീഡർഷിപ്പ് വർക്ക് ചെയ്താൽ കോൺഗ്രസിൽ ഇനി അസംബ്ലി. പക്ഷേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരുണ്ടല്ലോ. പെരിയ സസ്പെൻഡ് പുറത്താക്കുന്ന രീതിയിലൊക്കെ ഈ രാജ്മോഹൻ കളിച്ചല്ലോ. ഇതെന്താണെന്നറിയാം, ബാലകൃഷ്ണനെയൊക്കെ പുറത്താക്കാനൊക്കെ രാജ്മോഹൻ. കാരണം എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ അസംബ്ലിയിലേക്ക് മത്സരിക്കണമെങ്കിൽ നല്ലൊരു സീറ്റ് ഉദുമയാണ്. അപ്പോൾ അവിടെ മത്സരിച്ചാൽ ഇവിടെ സ്റ്റേറ്റിൽ മന്ത്രി അങ്ങനെ ഒരു MP എന്തിനു മത്സരിക്കും? അല്ല, അങ്ങനെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. KC വേണുഗോപാൽ തൊട്ടുള്ള പല MPമാരും ഇവിടെ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ ഉണ്ടാക്കേണ്ടത് മന്ത്രി കേരള. ഏതായാലും സാർ നമുക്ക് ഒരു ചുരുക്കെഴുത്തിൽ എങ്ങനെ പറയാം, കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. ഇന്നത്തെ സ്ഥിതിയിൽ മറ്റ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ 3 മുതൽ 4 വരെ സീറ്റ് കോൺഗ്രസിന് ചെയ്യും.